മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദുഃഖത്തെയും മരണത്തെയും എല്ലാ ജീവികളും ഭയപ്പെടുന്നു. എങ്ങനെയാണെങ്കിലും അവയെ അനുഭവിക്കേണ്ടിയും വരുന്നു. അവശ്യം അനുഭവിച്ചേ തീരൂ എന്ന് വരുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഭയപ്പെട്ടിട്ട് കാര്യമില്ലെങ്കിലും എല്ലാവരും ഭയപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്താണതിന് കാരണം? എങ്ങനെ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ചോദിച്ചത്. അതിന് മറുപടി പറയാൻ തുടങ്ങി ഭീഷ്മൻ. യുധിഷ്ഠിര, ആഗ്രഹങ്ങളാണ് ജീവികളെ ഭയപ്പെടുത്തുന്നത്. ജീവിച്ചിരുന്നാലും മരിച്ചാലും വ്യത്യാസമില്ലെന്ന് തോന്നിയാൽ ആർക്കും മരണത്തെ ഭയമുണ്ടാവാൻ കാരണമില്ല. പിന്നെ ജീവിച്ചിരിക്കാൻ ആഗ്രഹവും മരണത്തിൽ വ്യസനവുമുള്ള ഒരാൾക്ക് മരണത്തെ ഭയപ്പെടാതിരിക്കാൻ വയ്യ. മറ്റു തരത്തിലുള്ള ദുഃഖങ്ങളും മിക്കവാറും ഇങ്ങനെയാണ്. പ്രജ്ഞാശുദ്ധിയോ ശരിയായ അറിവോ ഇല്ലാത്തത് കൊണ്ടാണ് അനേക വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും ആഗ്രഹങ്ങളുമെല്ലാം നിലനിൽക്കുന്നത്. അവയൊക്കെ തന്നെയാണ് ദുഃഖത്തിനും ഭയത്തിനും ഹേതുവായിട്ടിരിക്കുന്നത്. അതിനാൽ പ്രജ്ഞാശുദ്ധി, തത്വബോധം, നിസ്സംഗ ജീവിതം എന്നിവയുള്ള ഒരാൾക്ക് എപ്പോഴും എന്തിനെ സംബന്ധിച്ചും ഭയപരിഭ്രമങ്ങൾ ഉണ്ടാവില്ല. ശാസ്ത്രജ്ഞാനമോ ശരിയായ പ്രജ്ഞാശുദ്ധിയോ ഇല്ലാത്ത ഒരാൾക്ക് തത്വബോധത്തിനും ശ്രേയസ്സിനും എന്താണ് മാർഗമെന്നാണ് യുധിഷ്ഠിരന്റെ പിന്നത്തെ ചോദ്യം. അതിന് മറുപടി പറയാൻ തുടങ്ങി പിതാമഹൻ. യുധിഷ്ഠിര, ശാസ്ത്രം പഠിച്ചില്ല എന്നത് ഒരു കുറവല്ല. ശാസ്ത്രജ്ഞാനവും തത്വബോധവുമുള്ള നല്ലവരായ ആൾക്കാർ എത്രയോ ഉണ്ട്. അവരുടെ നിത്യസമ്പർക്കമുണ്ടായാൽ മതി. അറിയേണ്ടതിനെയെല്ലാം അറിയാനിടവരും. പിന്നെ ശ്രേയസ്സിനാസ്പദം ജീവിതത്തിന്റെ ശുദ്ധിയും പ്രവൃത്തിയുടെ മഹത്വവുമാണ്. നല്ല സ്ഥലത്ത് താമസിക്കുക, നല്ലവരുമായി നിത്യസമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുക, വാക്കും വിചാരവും പ്രവൃത്തിയുമാകുന്ന 3 കരണങ്ങൾ എപ്പോഴും സത്യത്തെയും ധർമ്മത്തെയും ആശ്രയിച്ചിരിക്കുക, കർത്തവ്യത്തെ ഉപേക്ഷിക്കാതെയും അകർത്തവ്യത്തെ സ്വീകരിക്കാതെയും പാലിക്കുക. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് ഐഹിക ശ്രേയസ്സിന് കുറവൊന്നും ഉണ്ടാവില്ല. സർവോപരി ഈശ്വരനെ ആശ്രയിച്ച് മുൻനിർത്തിയും ജീവിക്കുക കൂടി ചെയ്യുന്നുവെങ്കിൽ ആപത്തുകളോ ക്ലേശങ്ങളോ അയാളെ ബാധിക്കുകയുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി മോക്ഷമാണ് പരമമായ ശ്രേയസ്സെന്ന് ബോധിക്കുകയും അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. സംസാര പദാർത്ഥങ്ങളെ കൊണ്ടും അവയുടെ അനുഭവം കൊണ്ടും ചിത്തത്തിന് സംതൃപ്തിയോ ശാന്തിയോ മിക്കപ്പോഴും ഉണ്ടാവാൻ വയ്യ. മോക്ഷ പരിശ്രമമുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ചിത്തം അവയിൽ നിന്ന് വിട്ടുനിൽക്കുമല്ലോ. അങ്ങനെ സംസാര അനുഭവങ്ങളെയോ പദാർത്ഥങ്ങളെയോ വിട്ടുനിൽക്കുമ്പോഴും ചിത്തത്തിന് ശാന്തിയും സമാധാനവും നിലനിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ശാസ്ത്രജ്ഞാനമില്ലെങ്കിൽ കൂടി ശരിയായ സത്സംഗം കൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ അറിയാനിടവരും. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ ഐഹികവും പാരത്രികവുമായ ശ്രേയസ് ഉണ്ടാവുകയും ചെയ്യും. എന്നെ പോലെയുള്ള ഒരാൾ എപ്പോഴും യുക്തനായി എങ്ങനെയാണ് ലോകത്തിൽ സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് കർത്തവ്യങ്ങളെ നിറവേറ്റേണ്ടത് എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ചോദിച്ചത്. പണ്ട് സാഗര രാജാവും അരിഷ്ടനേമിയും തമ്മിലുള്ള സംവാദത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഭീഷ്മപിതാമഹൻ മറുപടി പറഞ്ഞത്. മോക്ഷമാണ് മനുഷ്യജീവിതത്തിൽ പരമമായ ലക്ഷ്യം. പ്രാകൃതന്മാർക്കും മന്ദബുദ്ധികൾക്കും അതറിയാനോ അറിഞ്ഞാൽ കൂടെ പ്രാപിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ബുദ്ധിമാന്മാരും ശാസ്ത്രസമ്പന്നരുമായ വിദ്വാൻമാരുടെ കഥ അതല്ല. അവർക്ക് അറിയേണ്ടതിനെ അറിയാൻ കഴിയും, പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കാനും കഴിയും. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതിലവർക്ക് ശ്രദ്ധയോ താല്പര്യമോ ഇല്ലെന്നേ അർത്ഥമുള്ളൂ. വിദ്വാൻമാരും ജീവിത ലക്ഷ്യമായ മോക്ഷാനുഭൂതിയിൽ അലസന്മാരാണെങ്കിൽ പിന്നെ ആർക്കുള്ളതാണ് മോക്ഷം? അതിനാൽ ബുദ്ധിമാന്മാരും വിദ്യാസമ്പന്നന്മാരും ജന്മസാഫല്യത്തിന് വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണം. സംസാരത്തിൽ നിന്നുള്ള നിശേഷ നിവൃത്തിയാണ് മോക്ഷപ്രയത്നങ്ങളിൽ അതിപ്രധാനമായിട്ടുള്ള ഒന്ന്. നിസ്സംഗമായ ജീവിതം കൊണ്ടാണ് അത് സാധിക്കേണ്ടിയിരിക്കുന്നത്. ജീവിതത്തിന്റെ ഉത്തരാർദ്ധത്തിലേക്ക് കടന്നാലെങ്കിലും ഗൃഹസ്ഥ കുടുംബാദികളിൽ ഒന്നിനോടും ഏതൊരു താല്പര്യമോ സംബന്ധമോ ഇല്ലാതെ ഏകാന്ത സ്ഥലത്ത് നിരന്തര ഉപാസനം ചെയ്തുകൊണ്ട് താമസിക്കുകയോ അല്ലെങ്കിൽ ഏകനായി പരിവ്രാജനം ചെയ്യുകയോ വേണം. പ്രപഞ്ചത്തിലെ നിരപേക്ഷകത്വമാണ്
ആത്മതത്വത്തോടടുക്കാനുള്ള മുഖ്യോപായം. ശാസ്ത്രവിചാരം കൊണ്ട് സത്യവസ്തുവെ നിസ്സംശയം അറിഞ്ഞ് സംസാരത്തിലൊന്നിനോടും ബന്ധപ്പെടാതെ നിരപേക്ഷകനും ശരീരമാത്രനുമായി നിരന്തരോപാസനമാകുന്ന ബ്രഹ്മനിഷ്ഠയിൽ കുറച്ചുകാലം കഴിയുമ്പോൾ എല്ലാ ബന്ധങ്ങളും അറ്റുപോയി ക്രമേണ ജീവൻ മുക്തനാകും. അങ്ങനെ ജീവൻ മുക്തനും നിസ്സംഗനുമായ ഒരാൾ എപ്പോഴും മുക്തൻ തന്നെയാണ്. അതിനാൽ ആ ദശയിൽ എത്തിക്കഴിഞ്ഞാൽ ജനകാദികളെ പോലെ രാജ്യഭരണം തുടങ്ങിയ കാര്യങ്ങളുടെ നിർവഹണം കൊണ്ടുകൂടി ഏതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. അതിനിഷ്ടമില്ലെങ്കിൽ അവധൂതനായി തന്നെ ആയുശേഷത്തെ നയിച്ച് അന്ത്യത്തിൽ പരമപദത്തെ പ്രാപിക്കുകയും ചെയ്യാം. ഹേ യുധിഷ്ഠിര, എന്നിങ്ങനെയാണ് പണ്ട് സർവജ്ഞനായ അരിഷ്ടനേമി സാഗര രാജാവിന് ഉപദേശിച്ചത്. അദ്ദേഹം ഈ ഉപദേശപ്രകാരം പ്രവർത്തിച്ച് ജീവൻ മുക്തനായിരുന്നു കൊണ്ടാണ് പിന്നീട് കുറെ കാലം രാജ്യം ഭരിച്ചത്. അങ്ങേക്കും അങ്ങനെയൊക്കെ ആചരിക്കാം. എന്നിങ്ങനെ ഭീഷ്മമുഖത്തു നിന്ന് ശ്രവിച്ചതായ യുധിഷ്ഠിര മഹാരാജാവ് പിന്നീട് ശുക്രമഹർഷിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ഭൃഗുവിന്റെ വംശത്തിൽ ജനിച്ച അദ്ദേഹം മഹാതേജസ്വിയും യോഗസിദ്ധനും പരമജ്ഞാനിയുമാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അദ്ദേഹം ദുഷ്ടന്മാരായ അസുരന്മാരുടെ പൗരോഹിത്യം വരിക്കാൻ എന്താണ് കാരണം? ശുക്രത്വം അദ്ദേഹത്തിന് എങ്ങനെ വന്നു ചേർന്നു? കൂടാതെ യോഗസിദ്ധനാണെങ്കിലും ആകാശത്തിന്റെ മധ്യത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കില്ലെന്നും കേട്ടിട്ടുണ്ട്. അതിനെന്താണ് കാരണം എന്നാണ് യുധിഷ്ഠിരന്റെ ചോദ്യം. ഭീഷ്മൻ മറുപടി പറയാൻ തുടങ്ങി. യുധിഷ്ഠിര, ഭാർഗവൻ വളരെ യോഗ്യനും യോഗസിദ്ധനുമായ ദേവർഷിയാണ്. ദേവന്മാരുടെ തേജസ്സിനെയും വീര്യത്തെയും വർദ്ധിപ്പിക്കാനാണ് അദ്ദേഹം അസുരന്മാരുടെ പൗരോഹിത്യത്തെ വരിച്ചിരിക്കുന്നത്. അസുരന്മാർ ബലശാലികളാകുമ്പോൾ അവരെ ജയിക്കാനാവശ്യമായ ബലം വേണമെന്ന് വരുമല്ലോ. അപ്പോൾ ദേവന്മാർ സ്വാഭാവികമായി തന്നെ അതുണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ദേവന്മാരെ എപ്പോഴും പ്രബലന്മാരാക്കാനാണ് അസുരന്മാരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞു വന്നത്. പിന്നെ ആകാശമധ്യത്തിലൂടെ സഞ്ചരിക്കാത്തത് കൊണ്ട് ദേവന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് സ്ഥാനവുമില്ല. അതും വേണമെങ്കിൽ ഒരു കാരണമാണെന്ന് പറയാം. ആകാശമധ്യത്തിലൂടെയുള്ള സഞ്ചാരം ഏതോ ഒരു കാരണം കൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.